ടൈറ്റിലിൽ നിന്ന് മാത്രമല്ല ആ കഥാപാത്രത്തിന്റെ പേരും ജാനകി എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എമ്പുരാൻ സിനിമയെ സെൻസർ ബോർഡ് ഇങ്ങനെ കട്ട് ചെയ്തപ്പോഴേ പ്രത്യേകിച്ച് അഭിപ്രായം പറയാത്ത ആളാണ് സുരേഷ് ഗോപി. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, സുരേഷ് ഗോപിയുടെ ഈ ഒരു പടത്തിന് ഇതുപോലത്തെ ഒരു അടി കിട്ടിയത് ഒരു കണക്കിന് നന്നായി. സിനിമ നമ്മളൊക്കെ കാണും, കാരണം സുരേഷ് ഗോപിയുടെ പടങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ കിട്ടിയത് നന്നായുള്ളൂ. ഒരു അതിക്രമത്തിന് ഇരയാകുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി സ്റ്റേറ്റിനെതിരെ നടത്തുന്ന നിയമ പോരാട്ടമാണ് ആ സിനിമയുടെ ഇതിവൃത്തം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അതിക്രമത്തിന് ഇരയാകുന്ന പെൺകുട്ടിക്ക് സീതാദേവിയുടെ പേര് ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ജാനകി എന്നത് സീതാദേവിയുടെ പേരാണ്, അതുകൊണ്ട് പാടില്ല എന്നുള്ളത്. എൻ്റെ പൊന്നാര സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കില്ലേ, ഒരു സിനിമയ്ക്ക് ഒരു പേരിടുമ്പോൾ അത് ദൈവത്തിൻ്റെ പേരാണ് എന്നത് കൊണ്ട് ഒഴിവാക്കണം എന്ന് പറയുന്ന ഒരവസ്ഥ. സീതാദേവിക്ക് അങ്ങനെ ഒരുപാട് പേരുകളുണ്ടല്ലോ അല്ലേ, എത്രയോ പേരുകളുണ്ട്. അപ്പം ഇനി സിനിമയുടെ ടൈറ്റിൽ ഇടുമ്പോൾ ഇതൊക്കെ ആലോചിക്കേണ്ടി വരികയാണല്ലോ, ഒരു ആ മതത്തിൽപ്പെട്ട ആ ഒരു ദൈവങ്ങളുടെ പേരുണ്ടോ എന്നുള്ളതൊക്കെ അല്ലേ. വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ജാനകിയെ ജയന്തി എന്ന് മാറ്റിയതിനു ശേഷമാണ് സർട്ടിഫിക്കേഷൻ നടന്നിരിക്കുന്നത്, മാറ്റി ഡബ് ചെയ്തു. ഇനിയെങ്കിലും സിനിമാ മേഖലയിലുള്ളവരും മറ്റുള്ളവരും പ്രതികരിച്ചില്ലെങ്കിൽ നാളെ നല്ല സിനിമകൾക്ക് നല്ല ടൈറ്റിലുകൾക്കൊന്നും ഇവിടെ സ്ഥാനം ഉണ്ടാവില്ല. സെൻസർ ബോർഡ് തീരുമാനിക്കുന്ന അതല്ലെങ്കിൽ ചിലരുടെ താല്പര്യത്തിന് മാത്രം ഒതുങ്ങുന്ന പേരുകളും സിനിമകളും ചെയ്യേണ്ടി വരും. ജാനകി മാറ്റി ജയന്തി ആക്കി, അല്ലാതെ എന്താ ചെയ്യല്ലേ, സിനിമ റിലീസ് ചെയ്യണ്ടേ? എങ്ങോട്ടാണ് നമ്മളിത് പോകുന്നത്? നമുക്ക് പേരിടാൻ പറ്റുകയില്ല. നമ്മളുടെ കഥാപാത്രങ്ങൾ ഹിന്ദു മതത്തിൽ പെടുന്നവരാണെങ്കിൽ എങ്ങനെ പേരിട്ടാലും ഒരു ദേവന്റെയോ ദേവിയുടെയോ പേരായിരിക്കും. നാളെ എന്റെ പേര് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? സെൻസർ ബോർഡിന്റെ ഇതുപോലത്തെ നടപടികൾക്കൊക്കെ രാഷ്ട്രീയം മറന്ന് ഇടപെട്ടില്ലെങ്കിൽ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സർ, താങ്കൾക്ക് പ്രതികരിക്കാൻ ഒരു അവസരമാണിത്.